അമ്മ ഒരു കഥ പറയോ? കഥയോ? എന്ത് കഥ? എനിക്ക് ഓർമ്മയൊന്നും വരുന്നില്ലല്ലോ സിതുക്കുട്ട. അമ്മ പ്ലീസ് അമ്മ പറ അമ്മ, എനിക്കിഷ്ടം അമ്മ കഥ പ്ലീസ്. ഓക്കെ അമ്മ ആലോചിക്കട്ടെ. സിതുക്കുട്ട, ബുദ്ധിയാണോ വലുത് ശക്തിയാണോ വലുത്? ശക്തി. ആണോ? അല്ല, ശക്തിയല്ല വലുത്. ശക്തി ഇല്ലെങ്കിലും നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് കുറേയും കൂടെ ജീവിക്കാൻ പറ്റും. അമ്മ ഒരു ബുദ്ധിമാൻ്റെ കഥ പറയാം. ഒരു നാട്ടിൽ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാട്ടിൽ കുറേ മൃഗങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കാട്ടിലെ രാജാവ് ആരാ? സിംഹം. ഓക്കെ. അപ്പോൾ അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, കുറേ മൃഗങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഇങ്ങനെ സന്തോഷമായിട്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ജീവിച്ചു പോരുമായിരുന്നു. അപ്പോഴാണ് അവരുടെ ഇടയിലേക്ക് ഒരു കരടി വന്നത്. കരടി ഭയങ്കര ബലവാനാണ്. കരടിയുടെ കയ്യിൽ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു, ഒരു മാന്ത്രിക കണ്ണാടി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അവിടുത്തെ ജീവികൾക്കൊന്നും കണ്ണാടി എന്താണെന്നറിയില്ല. അവർ കണ്ണാടിയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കരടി വന്നു കഴിഞ്ഞപ്പോൾ കരടി എന്തു പറഞ്ഞു എന്നറിയോ? മുന്നിൽ കാണുന്ന എല്ലാ മൃഗങ്ങളെയും കരടി പേടിപ്പിച്ചു. മാറി നിന്നോ എൻ്റെ മുന്നിൽ നിന്ന്. എൻ്റെ കയ്യിലൊരു മാന്ത്രിക പലകയുണ്ട്, എന്നോട് കളിക്കുന്നവരെ ഞാൻ ഇതിനകത്ത് പിടിച്ചിടും എന്ന് പറഞ്ഞിട്ട് ആ കണ്ണാടി അവരുടെ നേരെ കാണിക്കും. അപ്പോൾ ഇപ്പോൾ കുറുക്കനെ കാണണമെങ്കിൽ കുറുക്കൻ നോക്കുമ്പോൾ കുറുക്കൻ്റെ പ്രതിബിംബം കാണും. അപ്പോൾ കരടി പറയും, ഇത് കണ്ടോ ഒരു കുറുക്കനെ ഇതിൻ്റെ ഉള്ളിൽ? ഇതിന് മുന്നേ എൻ്റെ അടുത്ത് കളിച്ച കുറുക്കനെ ഞാൻ ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നതാണ് കാണണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിക്കും. അപ്പോൾ കുറുക്കൻ അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ച് ഓടിപ്പോവും. അങ്ങനെ കരടി കാട്ടിൽ കണ്ട എല്ലാ മൃഗങ്ങളെയും ഇങ്ങനെ കണ്ണാടി കാണിച്ചു. എല്ലാവരും പേടിച്ചോടി. അപ്പം ഉണ്ടല്ലോ കരടി നടന്ന് അവിടുത്തെ കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ മടയിലെത്തി. എന്നിട്ട് സിംഹത്തിനോട് പറഞ്ഞു, ഇനി മുതൽ ഞാനാണ് ഇവിടുത്തെ രാജാവ്, നീ ഇവിടെ നിന്ന് മാറിപ്പോക്കൊള്ളണം, അല്ലെങ്കിൽ ഇതേ ഞാൻ ഈ മാന്ത്രിക പലകയ്ക്കുള്ളിലാക്കും. നീ കണ്ടോ, ഇതിനു മുന്നേ എന്നോട് കളിച്ച ഒരു സിംഹത്താനെ ഞാൻ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുന്നതാണ് ഈ മാന്ത്രിക പലകയ്ക്കുള്ളിൽ എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ സിംഹത്തിൻ്റെ നേരെ കാണിച്ചു കൊടുക്കും. അപ്പോൾ സിംഹം നോക്കുമ്പോൾ സിംഹത്തിൻ്റെ പ്രതിബിംബം, അയ്യോ ശരിയാണല്ലോ, വേറെ ഒരു സിംഹമാണല്ലോ ഇതിനകത്ത് കാണുന്നത് എന്ന് ഓർത്തവൻ അവൻ എന്നിട്ട് പേടിച്ചിട്ട് അവൻ മാറി നിൽക്കും കേട്ടോ, മാറിക്കൊടുക്കും. അപ്പോൾ കരടി ആ കൂടിനുള്ളിൽ കയറും, ഗുഹയ്ക്കുള്ളിൽ കയറും. എന്നിട്ട് കരടി അവിടെ വലിയ രാജാവായിട്ട് ഇങ്ങനെ വാഴുകയാണ്. എന്നിട്ട് പറയും, ആരെവിടെ ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ എനിക്ക് വേണ്ട ഭക്ഷണങ്ങളും കായ്കനികളും ഒക്കെ കൊണ്ടുവരണം എന്ന് പറയും. അപ്പം അങ്ങനെ എല്ലാ ദിവസവും ഈ കുറുക്കനും ബാക്കി ജീവികളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവന് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ദിവസം ഫുഡും കൊണ്ടുവന്നത് നമ്മുടെ കുരങ്ങച്ചനാ. കുരങ്ങച്ചന് ബുദ്ധിയുണ്ടോ? ഉണ്ട്. കുരങ്ങച്ചന് കുറച്ചുകൂടെ ബുദ്ധിയുണ്ടല്ലേ മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ കുരങ്ങച്ചൻ എന്ത് ചെയ്തു? കുരങ്ങച്ചൻ ഇങ്ങനെ വന്നിട്ട് രാജാവേ രാജാവേ എന്ന് പറഞ്ഞ് വിളിച്ച് പതുക്കെ മൂളിപ്പാട്ടൊക്കെ പാടി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കരടി പുറത്തെവിടെയോ ഉലാത്താൻ പോയേക്കായിരുന്നു. അപ്പോൾ കുരങ്ങച്ചൻ ഇങ്ങനെ അവിടെ എല്ലാം ചുറ്റി നടന്ന് നോക്കിയപ്പോൾ താണ്ടിരിക്കുന്നു അവൻ്റെ സഞ്ചിക്കകത്ത് ആ മാന്ത്രിക പലക. അപ്പോൾ കുരങ്ങച്ചൻ വേഗം അതെടുത്തിങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുരങ്ങച്ചൻ്റെ പ്രതിബിംബം കണ്ടു. അപ്പോൾ കുരങ്ങച്ചൻ അയ്യോ എന്ന് പറഞ്ഞ് ചാടി അതങ്ങനെ താഴേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതിനകത്തെ പ്രതിബിംബം മാഞ്ഞു പോണ പോലെ തോന്നി. അപ്പോൾ കുരങ്ങച്ചൻ അത് ഒന്നും കൂടി എടുത്തിങ്ങനെ നോക്കിയപ്പോൾ വീണ്ടും കുരങ്ങച്ചൻ്റെ മുഖം കാണുന്നുണ്ട്. അപ്പോൾ കുരങ്ങച്ചൻ കണ്ണടച്ച് നോക്കി. അപ്പോൾ ആ മൃഗവും കണ്ണടച്ചു. പല്ലിളിച്ച് നോക്കി. അപ്പോൾ ആ മൃഗവും പല്ലിളിച്ചു. അപ്പോൾ കുരങ്ങച്ചന് മനസ്സിലായി ഇത് തൻ്റെ തന്നെ പടമായിരിക്കുമോ ഇതിനകത്ത് കാണുന്നത് എന്ന്. അപ്പോൾ കുരങ്ങച്ചൻ ചിന്തിച്ചു, ഇത് ഒരുപക്ഷെ കണ്ണാടിയാണോ, ഇത് എൻ്റെ തന്നെ പ്രതിബിംബമാണോ ഇതിനകത്ത് കാണുന്നത്, അല്ലാതെ വേറെ മൃഗമൊന്നും അല്ല എന്ന് തോന്നി. കുരങ്ങച്ചൻ ഓടി കണ്ണാടിയും കൊണ്ട് പുഴക്കരയിലേക്ക് വന്നു. കുരങ്ങച്ചൻ പുഴക്കരയിൽ അവൻ്റെ മുഖം നോക്കി, പുഴയിലേക്ക് അവൻ്റെ മുഖം നോക്കിയപ്പോൾ അതേ മുഖം, കണ്ണാടിയിൽ നോക്കിയപ്പം അതേ മുഖം. അപ്പോൾ കുരങ്ങച്ചന് കാര്യം പിടികിട്ടി. കുരങ്ങച്ചൻ എന്ത് ചെയ്തു എന്നറിയോ?
എല്ലാവരോടും വിളിച്ചു കൂവി ഈ സത്യം പറഞ്ഞു. എല്ലാവരും ഓടി വാ, കൂട്ടുകാരെ ചങ്ങാതിമാരെ എല്ലാവരും ഓടി വാ, കരടി നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മാന്ത്രിക പലകയൊന്നുമല്ല, ഇത് വെറും ഒരു കണ്ണാടി കഷ്ണമാണ്, ചില്ല് കഷ്ണമാണ്, ഇതിൽ നമ്മളെ തന്നെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് മൃഗങ്ങൾക്ക് കാര്യം പിടികിട്ടിയത്. അവൻ മൃഗങ്ങളെ എല്ലാവരെയും കാണിച്ചു കൊടുത്തു. കണ്ടോ, ഞാൻ നിങ്ങളെ കാണുന്ന അതേ രൂപം തന്നെ നിങ്ങളിൽ ഇതിലും കാണാൻ പറ്റും എന്ന് പറഞ്ഞ് മറ്റു മൃഗങ്ങളെല്ലാം കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് കരടി വന്നപ്പോൾ അവർ കരടിയെ പേടിപ്പിച്ചു. അമ്പട കള്ളാ, നീ കണ്ണാടി വെച്ചാണോ ഞങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിച്ചത്? നിന്നെ ഇന്ന് ഞങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി എന്ന് പറഞ്ഞ് ഓടി വന്ന് അവനെ പേടിപ്പിച്ചു, ഓടിപ്പിച്ചു ആ നാട്ടിൽ നിന്ന്. അപ്പം ബുദ്ധി ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ലേ? ആ, അതാ പറഞ്ഞത്. ശക്തി മാത്രമല്ല, ബുദ്ധിയായിരിക്കും കുറച്ചുകൂടെ മെച്ചം. ബുദ്ധിയുണ്ടെങ്കിൽ നമുക്ക് ശക്തി ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും, നമുക്ക് വിജയം നേടാൻ പറ്റും. ഓക്കെ, നല്ല കഥയല്ലേ? ഇനി സിത്തുക്കുട്ടൻ ഉറങ്ങുകയല്ലേ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.